ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത്. പോർക്ക് ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഇവിടെ ഞാൻ വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി. വെളുത്തുള്ളി ഞാൻ 5-6 നോസ് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി ഞാൻ ഇത്രയും വലുപ്പത്തിലുള്ള കഷ്ണത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല വൃത്തിയാക്കിയ സവാളയുണ്ട്. അപ്പം നമുക്കിത് സവാള അരിയാൻ വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് ചതച്ചിടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സവാളയും ഒരു 8 വെളുത്തുള്ളി അല്ലിയും പിന്നെ അതുപോലെ തന്നെ ഇത്രയും വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് ഞാൻ എടുക്കുന്നത്. അതിൽ വെളുത്തുള്ളിയുടെ തോടൊന്നും ഞാൻ കളയത്തില്ല. ചുമ്മാ തലയും വാലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. തോടുകൾ ഉൾപ്പെടെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് തോടുകൾ ഉൾപ്പെടെ ചതച്ചെടുക്കുന്നതാണ് കറിക്ക് ടേസ്റ്റ്. ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇഞ്ചിയുടെ തോടാണെങ്കിലും ഞാൻ ചിരണ്ടി കളയത്തില്ല. നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയിട്ട് ആ ഇഞ്ചി അതേപടി തന്നെ നമ്മൾ ചതച്ചിടുന്നത് ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. ഇഞ്ചിയുടെ ശരിക്കും നല്ലൊരു ഫ്ലേവർ ഇറങ്ങി വരും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു ഫ്ലേവർ ശരിക്കും ഇറങ്ങി വരും. ശരിക്കും തോടയും പിന്നെ അതുപോലെ തന്നെ ഇത് ചിരണ്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത്രയും ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. എൻ്റെ കറികൾക്ക് ടേസ്റ്റ് കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഇത് അരികെ ചിരണ്ടി കളയോ വെളുത്തുള്ളിയുടെ തോട് പൊളിച്ച് കളയോ ഒന്നും ഞാൻ ചെയ്യത്തില്ല. നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കും. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഈ ഇറച്ചിക്കൊക്കെ ഞാൻ പോർക്കാണെങ്കിലും മട്ടൻ ആണെങ്കിലും ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഞാൻ ഈ വെളുത്തുള്ളി ഉപയോഗിക്കുമ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി കൂടുതലാണ് വെളുത്തുള്ളി ഇടുന്നത്. ആ കൂടുതലിട്ടെന്ന് വെച്ചാൽ കുത്തൽ തന്നെ സ്മെല്ല് അല്ലെങ്കിൽ കുത്തൽ ഫ്ലേവർ മുന്നിലോട്ടൊന്നും നിൽക്കത്തില്ല. നല്ലൊരു നമുക്കെപ്പോഴും കറിക്ക് എപ്പോഴും നമ്മൾ ചേർക്കുന്നതിന് ഈ വെളുത്തുള്ളി ഇഞ്ചിക്ക് ഇച്ചിരി കൂടുതൽ ചേർക്കുന്നതാണ് ടേസ്റ്റ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ തേങ്ങാക്കൊത്ത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് തേങ്ങ ഇതുപോലെ തന്നെ കുത്തി അരിഞ്ഞ് നമ്മൾ ഇടുന്നതും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കറിക്ക് രുചി കൂട്ടുന്ന ഒന്നാണ് തേങ്ങാക്കൊത്തെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ദാണ്ടെ കുക്കറിൽ പന്നിയിറച്ചി ഇട്ടിട്ടുണ്ട്. ഞാൻ കുക്കറിൽ ഇട്ടിട്ടാണ് ഞാൻ പന്നിയിറച്ചി വേവിക്കുന്നത്. പന്നിയിറച്ചിയുടെ കൂടെ തന്നെ ഞാൻ തേങ്ങാക്കൊത്തും ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കണ്ടോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലപോലെ ചതച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതും എല്ലാം കൂടി ഒന്നിച്ച് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും കുരുമുളകൊക്കെ ചേർക്കുന്നുള്ളതുകൊണ്ടും കുരുമുളകും മുളക് പൊടിയൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർക്കാനുള്ളത് കൊണ്ട് ഒത്തിരി എരിവായിപ്പോൾ നമുക്ക് മീഡിയം എരിവ് മതി. അതായത് ഞാൻ എൻ്റെ കറികൾക്കൊക്കെ യൂസ് ചെയ്യുന്നത് ആവശ്യത്തിനനുസരിച്ചുള്ള എരിവാണ്. ഒത്തിരി എരിവ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും അത് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടിട്ടാണ്. പിന്നെ ഞാൻ 1.5 ടേബിൾ സ്പൂണ് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂണ് ഉപ്പുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉപ്പിൻ്റെ കണക്ക് എല്ലാവർക്കും അവരുടെ ഇതിനനുസരിച്ചിട്ടുള്ളതാണ്. ഓരോരുത്തർക്കും ഉപ്പിൻ്റെ കണക്ക് വ്യത്യസ്തമാണ്. ചിലർക്ക് 1 ടേബിൾ സ്പൂൺ മതി, ചിലർക്ക് 1.5 ഇടണം, ചിലർക്ക് 1.5 അല്ല 2 ടേബിൾ സ്പൂൺ ഇട്ടാൽ ഉപ്പ് അറിയത്തുള്ളൂ, അങ്ങനെയൊക്കെ. അപ്പം അത് ഉപ്പ് ആവശ്യത്തിന് ഇടുക. മഞ്ഞൾപ്പൊടി ഞാൻ 1.5 ടേബിൾ സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാനിത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ പന്നിയിറച്ചിയിലുള്ള വെള്ളം ഞാൻ കൈകൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വെള്ളം ഞാൻ ഒഴിക്കാറില്ല, കാരണം പന്നിയിറച്ചിയിൽ നിന്നുള്ളൊരു വെള്ളം ഉണ്ടാവുമല്ലോ, വെള്ളം ഇറങ്ങി വരുമല്ലോ. അതുകൊണ്ട് ഞാൻ വെള്ളം ഞാൻ ഒട്ടും ഒഴിക്കാണ്ടാണ് ഞാൻ പന്നിയിറച്ചി വേവിക്കാൻ വയ്ക്കുന്നത്. ഞാൻ സെപ്പറേറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനിത് സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും വഴണ്ട് വരാനുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ചിലർക്ക് എണ്ണ മുങ്ങിക്കിടക്കണം, കറി ഉണ്ടാക്കുമ്പോൾ എണ്ണ മുങ്ങിക്കിടക്കണമെന്നുണ്ടാകും. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിവിടെ ഇത് വഴണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇടാം. ഞാൻ വെളുത്തുള്ളി ഇഞ്ചി അന്നേരം ഞാൻ 8 നോസ് ഞാൻ വെളുത്തുള്ളി എടുത്തെന്ന് പറഞ്ഞു. പാകത്തിനുള്ള ഇഞ്ചി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 1/4 ഭാഗമാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം പച്ചമുളക് ഞാൻ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കാത്തതാണ്. എന്നിട്ട് ഇതിലോട്ട് ലേശം ഉപ്പ്, ഒരു 1/4 സ്പൂൺ ഉപ്പിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം.
1/4 സ്പൂൺ ഉപ്പേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഓൾറെഡി ഞാൻ പന്നിയിറച്ചി വേവിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്തത് കൊണ്ടിട്ട് 1/4 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഒരു വിസിൽ വന്നപ്പോൾ ഇറച്ചി ഞാൻ സിമ്മിലിട്ടു. നമുക്കിത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഓൾറെഡി ഇറച്ചിയിൽ മഞ്ഞളുള്ളത് കൊണ്ടിട്ട് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, ലാസ്റ്റ് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. കാശ്മീരി ചില്ലി നമുക്ക് എരിവ് കുറവായതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവി. ഇതിലോട്ട് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർക്കാം. അതിനകത്ത് ഞാൻ മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ 3 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. മല്ലിപ്പൊടി ഇച്ചിരി കൂടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അതനുസരിച്ച് ഞാൻ ഗരം മസാല ഇട്ടിട്ടുണ്ട്. നമുക്കങ്ങനെ മല്ലിയുടെ സ്വാദ് മാത്രം മുന്നോട്ട് നിൽക്കത്തൊന്നും തോന്നത്തില്ല. പക്ഷേ നമുക്ക് ആ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എപ്പോഴും മല്ലിപ്പൊടി കൂടുതൽ ഇടാൻ ശ്രമിക്കുക. നമുക്ക് അനുസരിച്ച് ഇപ്പം പോർക്കൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ നമുക്ക് മല്ലിപ്പൊടി ഇട്ടെന്ന് വെച്ച് നമുക്ക് അങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല. പക്ഷേ ആ ഗ്രേവിക്ക് നല്ലൊരു സ്വാദുമായിരിക്കും, മണവുമാണ്. അങ്ങനെ മസാലാസൊക്കെ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഒരു പ്രത്യേക സ്മെല്ല് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ടെന്ന്. പിന്നെ പൊടികളെല്ലാം ഈ മസാലയിൽ മീൻസ് ഈ അരപ്പിൽ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പോർക്ക് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഇത് നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ നമ്മൾ പോർക്ക് വേവിക്കുമ്പോൾ കൂട്ടത്തിൽ തേങ്ങാക്കൊത്ത് ഇട്ടത് കൊണ്ടിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ പോർക്ക് ശരിക്കും ഫ്രൈ ആയിട്ടുണ്ട്. നല്ലതുപോലെ പോർക്ക് അങ്ങോട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, വേറൊന്നുമല്ല, ഒരു 1/2 ടേബിൾ സ്പൂൺ നമുക്ക് പെരിഞ്ജീരകം ഇങ്ങനെ തൂക്കി കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം. എന്നിട്ട് നമുക്ക് മൂടിയെടുത്ത് അടച്ചു വയ്ക്കാം. അപ്പോൾ ആ ആവിയിലിരുന്ന് ശരിക്കും അങ്ങ് വെന്തോളും. അങ്ങനെ ആവിയിൽ ശരിക്കും പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അവസാനം പെരിഞ്ജീരകം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ആ തിളയോട് കൂടി നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റിനുള്ളിൽ പൊടി മൂത്ത് വരും. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. വളരെ എളുപ്പത്തിൽ ട്രൈ ചെയ്യാവുന്ന ഒരു വിഭവമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം. ബൈ.